ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താരയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ താര ഇങ്ങനെ വളരെയേറെ ദുഃഖിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് കിരണും അതേപോലെ തന്നെ രതീഷും വേലും കൂടി കാറി വന്നിറങ്ങുന്ന സീന് നമ്മുടെ താര കാണുന്നത്. ഇത് കണ്ട് താര ആകെ പേടിച്ചു പോവുകയാണ്. ദൈവമേ, തന്നെ തേടി ഇവിടെ 3 പേര് എത്തിയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോൾ കിരൺ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും താര അവിടെ അങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ കിരണാണെങ്കിൽ പാഞ്ഞങ്ങോട്ട് ചെല്ലുക. അപ്പോൾ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് താര പേടിച്ചവിടുന്ന് ചാടി എണീക്കുകയാണ്. ഓഹോ, അപ്പം എല്ലാവരും നിന്ന് ഒളിച്ചോടി ഇവിടെ വന്നിരിക്കുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ താര അവിടെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് നമ്മുടെ മൂങ്ങാമുത്തശ്ശി വരുന്നത്. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് പറയാണ്, അത് പിന്നെ താര ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാനാ കല്യാണിയോട് വിളിച്ച് പറഞ്ഞത്. താര എന്നോട് പറഞ്ഞതേ ആരോടൊന്നും പറയരുതെന്നാണ്. പക്ഷേ എന്തായാലും ഇവിടെയുള്ളവർ 2 ദിവസം കഴിയുമ്പോഴേക്കും വീട്ടുകാരെല്ലാം വിളിച്ച് പറയും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ കല്യാണിയോട് സത്യം പറഞ്ഞെന്നേ ഉള്ളൂ മുത്തശ്ശി. എന്നിട്ട് താരയാൻ്റെ മുത്തശ്ശിയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇവിടെ വന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വല്ലതും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കേ ഇല്ല മോനെ, ഒന്നും പറഞ്ഞില്ല. ഞാൻ പല പ്രാവശ്യം ഓരോ കാര്യങ്ങളും ചോദിച്ചു നോക്കി. പക്ഷേ എന്ത് ചോദിച്ചാലും ഈ കരച്ചിൽ തന്നെയാണ്. എന്നോട് ഒരു കാര്യം പോലും പറഞ്ഞില്ല എന്ന് പറയാണ്. കരയണേൻ്റെ കാര്യം ഞാനേ താരയാൻ്റെ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം. താരയാൻ്റെ കൂടെ ഒന്ന് മാറിയുന്നേ, എനിക്ക് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് മുത്തശ്ശി. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം. അമ്മ ശരി, ആയിക്കോട്ടെ മോനെ. അങ്ങനെ താരയെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. കിരൺ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുന്നതിനുള്ളല്ല കറക്റ്റായിട്ട് മറുപടി പറയണം. എന്തുകൊണ്ട് ആൻറ്റി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കല്യാണിയെ കുത്താനായിട്ട് അയാൾ ആ പൈസ എന്ന് പറഞ്ഞവൻ വീടിനകത്ത് കയറിയത്? ഷാരി ആൻറ്റിയാണോ വാതിൽ തുറന്നു കൊടുത്തത്? അതിനെല്ലാത്തിനും കാരണക്കാരി സരയുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ താരൊന്നും മിണ്ടുന്നില്ല. ഇനിയും എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞോളാം, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോളാം. അല്ലെങ്കിലേ എൻ്റെ സ്വഭാവം ശരിക്കും മാറും. നിങ്ങളത് കാണുകയും ചെയ്യും എന്ന് താരയോട് ഭയങ്കര കയർത്ത് സംസാരിക്കുക. താരയാണെങ്കിൽ വിറച്ചിങ്ങ് നിൽക്കുകയാണ്. പറ, കല്യാണിയെ കൊല്ലാനായിട്ട് ഏർപ്പാട് ചെയ്തത് സരയാണോ? സരയുവിൻ്റെ മനസ്സ് മാറിയെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചു. പക്ഷേ അവളുടെ പഴയ മനസ്സ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം താരയാൻറ്റി. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചതല്ലേ കല്യാണിയെ? പറ, കാര്യങ്ങളെല്ലാം പറ എന്ന് പറയുമ്പോൾ താര ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് കല്യാണിയെ ഒരുപാട് ഇഷ്ടമാണ്. തൻ്റെ മകളെ പോലെ തന്നെയാണ് കല്യാണിയെ നിങ്ങൾ സ്നേഹിച്ചത്. പക്ഷേ കല്യാണിക്ക് ഒരാപത്ത് വരാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കത് സഹിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ പരമാവധി നിങ്ങൾ ശ്രമിച്ചു നോക്കി അതെല്ലാം മാറ്റിമറിക്കണമെന്ന്. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് സാധ്യമായില്ല. അങ്ങനെ കല്യാണിയുടെ ഫോണിലേക്ക് മെസ്സേജ് അടിച്ച് മോളെ കല്യാണി സൂക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഗതി കെട്ട് നിങ്ങളെ മകളെയും വിട്ട് വീടും വിട്ട് നിങ്ങൾ ഈ ആശ്രമത്തിലേക്ക് വന്ന് താമസിച്ചു. ഇതല്ലേ സത്യം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ താരയിരുന്ന് കൈ കൂപ്പി പിടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയാണ്. കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ മനസ്സിലായി. ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. സരയുവാണ് ഇതിന് പിന്നിൽ. സരയുവിൻ്റെ മനസ്സ് മാറിയിട്ടില്ലേ? അവള് ഞങ്ങളുടെ മുന്നിൽ ചിരിച്ച മുഖമായിട്ട് നിന്ന്. പക്ഷേ അവളുടെ ഉള്ളിൽ ഞങ്ങളോടുള്ള ശത്രുതയായിരുന്നു. കല്യാണിയെ കൊല്ലാനുള്ള വെറിയായിരുന്നു അല്ലേ എന്നും പറയാണ്. പക്ഷേ വിടില്ല, ഞാൻ ഒരുത്തനെ ഞാൻ വിടില്ല, ഒരുത്തിയെ ഞാൻ വിടില്ല എന്നൊക്കെ നമ്മുടെ കിരണിങ്ങനെ പറയാണ്. ഏതായാലും കാട്ടിൽ കുറേ എണ്ണത്തിനെ ഞാൻ പോയി കൊണ്ടേ കൊന്നല്ലോ. അതേപോലെ തന്നെ സരയുവിൻ്റെ ഗതിയും അതേ രീതി തന്നെയായിരിക്കും. അവളെ ഞാൻ കാട്ടിലേക്ക് എറിയും. സത്യാവസ്ഥ ഇപ്പം ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക്. പക്ഷേ നിങ്ങളിൽ നിന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നു സരയുവിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ദുഷിച്ച ചിന്തയുണ്ടെന്ന്. എന്നിട്ട് പോലും നിങ്ങൾ എന്നോട് ആ സത്യം പറഞ്ഞില്ല. ക്ഷമിക്കില്ല ഞാൻ. ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് കിരൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ താരയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞു നിൽക്കുക. അങ്ങനെ കിരണാണെങ്കിൽ ഓടി കാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, എടാ വേലു, രതീഷേ വാടാ, കയറടാ വണ്ടിയിലേക്ക്. എന്താ സാറേ, എന്താ കാര്യങ്ങളൊക്കെ? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെടാ. സരയു തന്നെയാണ് യഥാർത്ഥ വില്ലത്തി.
പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ സരയുവാണെങ്കിൽ ഈ കറികളിലും ഭക്ഷണത്തിലൊക്കെ വിഷം കലർത്തിയായിട്ട് മനോഹറിന് വിളമ്പി കൊടുക്കുക. അപ്പോഴും മനോഹറിൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ടാണ് സരയു നിൽക്കുന്നത്. മനോഹറാണെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ സരയു ഇങ്ങനെ പറയാണ്, എനിക്ക് കറിയൊന്നും വെക്കാനായിട്ട് നന്നായിട്ടൊന്നും അറിയില്ല മനോഹറെ, പക്ഷേ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ വിളമ്പിയ ഭക്ഷണം എന്ന് ചോദിച്ചപ്പോഴേക്കും നല്ല അത്യുഗ്രനായിരുന്നു. സരയുവിൻ്റെ മനസ്സൊക്കെ മാറി എൻ്റെ മുന്നിൽ ഈ ഭക്ഷണമൊക്കെ എനിക്ക് സന്തോഷത്തോടെ വിളമ്പി തരുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, ഞാനേ അത് ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത് എന്ന് മനോഹർ പറയാണ്. ഏതായാലും സരയുവിൻ്റെ മനസ്സെല്ലാം മാറി സന്തോഷത്തോടെയാണല്ലോ നമ്മൾ. അങ്ങനെ മനോഹർ ഭക്ഷണം എല്ലാം കഴിച്ച് എല്ലാം കൈയൊക്കെ ഇങ്ങനെ ചപ്പി വലിച്ചൊക്കെ നേരെ കൈയൊക്കെ കഴുകി നേരെ ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് കാലൊന്ന് അടി പതറുകയാണ്. നേരെ സരയുവിൻ്റെ കസാര ചെന്ന് ഇങ്ങനെ വീഴുകയാണ്. അയ്യോ എന്തു പറ്റി? അങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ സരയു നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് മനോഹറിനൊരു നെഞ്ചുവേദന വരികയാണ്. നെഞ്ചുവേദന വന്ന് ഇങ്ങനെ തളർന്ന് ഒരു തല കറങ്ങുന്ന രീതിയിൽ ആ ഭിത്തി പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ സരയു വന്നിങ്ങനെ ചോദിക്കണം, അയ്യോ മനോഹരെ എന്തു പറ്റി? എന്താണെന്നറിയില്ല സരയു, എനിക്ക് തല കറങ്ങുന്നത് പോലെ, നെഞ്ചിലൊരു പിടുത്തം, നെഞ്ച് വിങ്ങിപ്പൊട്ടുന്നത് പോലെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരയു പറയണം, അതേടാ നിന്റെ നെഞ്ച് കിടന്ന് വിങ്ങിപ്പൊട്ടും. ഇനി കുറച്ചേരം കഴിയാൻ നേരത്തെ നിന്റെ നെഞ്ചിൻ്റെ ഹൃദയമിടിപ്പില്ലേ അതങ്ങോട്ട് നിന്നങ്ങോട്ട് പോകോടാ. അത് കാണാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. നിനക്കേ ഇപ്പം നെഞ്ച് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടല്ലേ? അതേപോലെ തന്നെയായിരുന്നു എനിക്കും. നീ ചെയ്ത ഓരോ പ്രവൃത്തികളും ഞാൻ എന്താ മറന്നെന്ന് വിചാരിച്ചോ? എല്ലാം മറന്ന് സന്തോഷത്തോടെ നിന്നെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി വന്നാണ് എന്ന് നീ വിചാരിച്ചോ? ഇല്ലടാ, നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാടാ നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നീ കഴിച്ച ഭക്ഷണത്തിലല്ലേ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് നീ ആസ്വദിച്ച് നീ കഴിച്ചത്. നീ വിചാരിച്ച് എൻ്റെ മനസ്സെല്ലാം മാറി നിന്നോട് സ്നേഹപ്രകടനം നടത്താൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന്. നിനക്കെന്നാ തെറ്റിപ്പോയടാ. നീ ഇപ്പേ ഹൃദയം പൊട്ടി മരിക്കും. ഇതേപോലെ ആയിരുന്നടാ ഞാൻ ഹൃദയം പൊട്ടി കരഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനോഹർ ഞെട്ടിപ്പോയി. മനോഹർ എടുത്ത് വായിക്കും സരയുവിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കാൻ എടിയെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അവൻ ശരിക്കും തളർന്നു പോയല്ലോ. സരയു ആണെങ്കിൽ മനോഹറെ പിടിച്ച് ഊന്തല്. അപ്പം മനോഹർ സെറ്റിൽ പോയി കമന്നടിച്ചങ്ങോട്ട് വീഴുകയാണ്. എടാ, നിന്റെ അന്ത്യം കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ കൊതിച്ചു നിന്നത്. പക്ഷേ ഇനി നിന്റെ പുറകെ തന്നെ ഞാൻ ഒരാളെയും കൂടി പറഞ്ഞയക്കുന്നുണ്ട്. അത് വേറെ ആരെയല്ല, കല്യാണിയാടാ ഞാൻ നിന്റെ പിന്നാലെ അഴക്കാനായിട്ട് പോകുന്നത്. അവളും എൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമാണ്. കല്യാണിയെയും കൂടി ഇല്ലാതാക്കിയിട്ട് ഞാൻ എൻ്റെ കിരണിനെ സ്വന്തമാക്കും. ഞാൻ കിരണിനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കും. അപ്പോൾ സരയുവിൻ്റെ ഈ മനസ്സിലിരിപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോഹർ ഒന്നുകൂടി ഞെട്ടുകയാ. ഇവള് നിസ്സാരക്കാരിയല്ലെന്ന് മനോഹറിന് ശരിക്കും മനസ്സിലാവുകയാണ്. അതേടാ, ഞാനേ കിരണിനെയും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കും. അതിന് തടസ്സമായിട്ട് നിങ്ങൾ രണ്ടുപേരാ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് തീർക്കണ്ടേ? പിന്നെ എനിക്ക് എൻ്റെ മോൾക്കൊരു അച്ഛനെ വേണ്ടേ? അപ്പം പിന്നെ അവളുടെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അത് കിരൺ തന്നെയാണ്. പിന്നെ കിരണിൻ്റെ മോനും ഒരമ്മയെ വേണ്ടേ? അപ്പം അതുകൊണ്ട് ഞാനാവാം കിരണിൻ്റെ മോൻ്റെ അമ്മ. എന്താ സന്തോഷമല്ലേ? ഇത് കേട്ട മനോഹറിനാകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ, ഇല്ലടി ഒരിക്കലും നിന്നെ കിരൺ സാറ് കല്യാണം കഴിക്കാൻ പോകുന്നില്ല. കല്യാണിയെ മറന്നുകൊണ്ട് കിരൺ സാർ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. ഉറപ്പായിട്ടും നിന്നെ കിരൺ സാറ് വെറുക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇല്ലടാ, അതുകൊണ്ടാണല്ലോ ഞാൻ കല്യാണിയെയും തീർക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത്. അതേടാ, എൻ്റെ കൈകൾ കൊണ്ട് തന്നെയായിരിക്കും കല്യാണിയുടെയും അന്ത്യം. അവളെ പല പ്രാവശ്യം കൊല്ലാനായിട്ടൊക്കെ നോക്കി, പക്ഷേ അതൊന്നും നടന്നില്ല. ഇനിയേ നിന്റെ വിധി തന്നെയായിരിക്കും കല്യാണിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അത് നീ ഓർത്തു. അല്ലെങ്കിൽ നിനക്ക് ഓർക്കാൻ എവിടെയാണല്ലേ? നീ ഇപ്പം തന്നെ മരിച്ച് മണ്ണടങ്ങുമല്ലോ. നീയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, കല്യാണിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിലും കിരൺ എൻ്റെ മുറച്ചെറുക്കനായിരുന്നില്ലേ? അവനെ സ്വന്തമാക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അതിനിടയിലേക്ക് കയറി വന്നത് ആരാ? കല്യാണിയല്ലേ? അപ്പോൾ അവളെ അങ്ങോട്ട് അവസാനിപ്പിക്കണ്ടേടാ എന്ന് പറയുകയാണ്. സരയുവിൻ്റെ ആ ഓരോ പ്രവൃത്തികളും വാക്കുകളും നമ്മുടെ മനോഹറിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിരണും ബാക്കിയുള്ളവരെല്ലാവരും കൂടി നേരെ ഹോസ്പിറ്റലിൽ ഈ
വീട്ടിലേക്ക് എത്തുകയാണ്, സരയുവിൻ്റെ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ സരയുവിൻ്റെ വീട്ടിലേക്ക് എത്തി സരയുവിൻ്റെ വാതിലൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കിരൺ ആണെങ്കിൽ സരയു സരയു എന്നും പറഞ്ഞുകൊണ്ട് ഡോറിൽ മുട്ടുന്നുണ്ട്, കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. പക്ഷേ കതക് തുറക്കുന്നുമില്ല. അപ്പോൾ ജഗദീഷ് പറയുകയാണ്, ഇനി ഇവിടെ ആരും ഇല്ലേ, വാതിലെ പൂട്ടിയിരിക്കുകയാണല്ലോ, സരയു സരയു എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വേലുവാണെങ്കിൽ കതക് ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുന്നത് പോലെയാണല്ലോ സാറേ തോന്നുന്നത്. അങ്ങനെ ഉടനെ തന്നെ ഈ കിരൺ ആണെങ്കിൽ സരയുവിൻ്റെ ഫോണിലേക്ക് വിളിക്കാം. അവിടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഷേടാ, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണല്ലോ ഇവിടെ എന്ന് കിരൺ പറയുകയാണ്. എങ്കിൽ പിന്നെ സാർ ഒരു കാര്യം ചെയ്യ്, ആ മനോഹറിൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചേ. അങ്ങനെ മനോഹറിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മനോഹറിൻ്റെ ഫോൺ അവിടെ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ മനോഹറിനകത്ത് തളർന്നു കിടക്കുകയാണല്ലോ. മനോഹറിന് ഫോൺ എടുക്കാൻ പോലും പറ്റുന്നില്ലടാ. റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോടാ. അപ്പോൾ അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അകത്തുനിന്ന് പെട്ടെന്ന് മനോഹറാണെങ്കിൽ ഒരു മൂളിച്ചൻ ശബ്ദമൊക്കെ അവിടെ കാഴ്ചവെക്കുകയാണ്. അപ്പോൾ മനോഹറിൻ്റെ മൂളിച്ചൻ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണൊന്നും വിചാരിച്ചില്ല. അതേ ആ മനോഹർ അകത്ത് തന്നെയുണ്ട്. മനോഹർ എന്തോ സംഭവിച്ചിട്ടുണ്ട്, കതക് ചവിട്ടി പൊളിക്കുക സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ ആ കതക് അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് പൊളിക്കുകയാണ്. നേരെ അകത്തേക്ക് കിടക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മനോഹർ ബോധം കെട്ട് വല്ലാത്തൊരവസ്ഥയിൽ വെപ്രാളപ്പെട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോഴേക്കും മനോഹറിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട്, മനോഹർ എടാ കണ്ണുറക്കടാ കണ്ണുറക്കടാ. അപ്പോൾ പതുക്കെ ഇങ്ങനെ കണ്ണ് തുറക്കുകയാണ്. എടാ എന്താടാ പറ്റിയത്, എന്താ സംഭവിച്ചത്? സാറേ കല്യാണിയെ സൂക്ഷിക്കണം സാറേ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും അതേ പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും എടുക്കണ്ട, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് നോക്ക്. അങ്ങനെ മനോഹറിനെ തൂക്കിയെടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു നമ്മുടെ സരയു ആണെങ്കിൽ മനോഹർ മരിച്ചോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സരയു പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മനോഹറിനെയും കൊണ്ട് സ്ട്രെച്ചറിൽ കിരണും ബാക്കിയുള്ളവരെല്ലാവരും കൂടി വരിക. ഇത് കണ്ട സരയു പേടിച്ചു പോവുകയാണ്. സരയു അവിടെ നിന്ന് ഒറ്റ ഓട്ടം. അപ്പോൾ സരയുവിന് മനസ്സിലായി, അവൻ മരിച്ചിട്ടില്ലല്ലേ, അവൻ മരിച്ചില്ല അല്ലേ, വന്നിരിക്കുന്നു അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും കൂടി ചേർന്നിട്ട്. അങ്ങനെ ഈ സരയു നേരെ ഷാരിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അവൻ മനോഹർ അവൻ മരിച്ചില്ല, അവനെയും കൊണ്ട് കിരണിൻ്റെ കൂട്ടാളികളും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തത്? അയ്യോ മോളെ, എനിക്ക് പേടിയാവുന്നു മോളെ. മനോഹർ മരിച്ചില്ലെങ്കിൽ മോളെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം മനോഹർ തുറന്ന് പറയില്ലേ? അങ്ങനെ ഒരിക്കലും പറയാനായിട്ട് പോകുന്നില്ല. അതോടെ അവൻ തീരും, ഉറപ്പായിട്ട് അവൻ തീരും. എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ചിലപ്പോൾ കിരണൊക്കെ ഇങ്ങോട്ട് കയറി വരും. ഞാനിവിടെയുള്ള കാര്യം നിങ്ങൾ പറയാൻ നിൽക്കരുത്, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സരി അങ്ങോട്ട് ഒളിച്ച് നിൽക്കാം. പക്ഷെ നേപ്പോഴേക്കും കിരൺ പാഞ്ഞു വരികയാണ്. കിരൺ അങ്ങോട്ട് പാഞ്ഞു വന്നിട്ട്, എവിടെ സരയു എവിടെയെന്നാ ചോദിച്ചത്. അപ്പോൾ മോൻ എന്തൊക്കെയാ പറയുന്നത്? ആ കൊലയാളി എവിടെയെന്ന് മനസ്സ് മാറിയെന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ച മുഖമായിട്ട് നിന്ന് അവളെവിടെ? മോൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല മോനെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഷാരിയുടെ കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മുന്നിൽ കിടന്ന് ചിരിച്ചഭിനയിച്ചു, മനസ്സ് മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എൻ്റെ കല്യാണിയെ കൊല്ലാൻ വേണ്ടി അവൾ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. അന്ന് ആ വീട്ടിലേക്ക് പായസം എന്ന് പറഞ്ഞൊരുത്തൻ വീടിനകത്ത് കയറിയല്ലോ, നിങ്ങളല്ലേ കഥക്ക് തുറന്നു കൊടുത്തത്? മോനെ, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല മോനെ. ഇത് കേട്ട കിരണ് ദേഷ്യം വരികയാണ്. ശബ്ദിച്ചു പോകരുത് നിങ്ങൾ. വീണ്ടും എന്നോട് നോണ പറഞ്ഞ് ആവർത്തിക്കുകയാണ് നിങ്ങൾ. ഇതെല്ലാം സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. സരയു പ്ലാൻ ചെയ്തു, സരയുവിൻ്റെ കൂടെ നിങ്ങൾ നിന്നു വാതിൽ തുറന്നു കിടക്കാൻ. പക്ഷേ കുത്തേറ്റത് നിങ്ങൾക്ക് തന്നെയല്ലേ. ഞാനേ താരയാൻ്റിയെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത്. താരയാൻ്റി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അത് വേറെങ്ങുമല്ല, കല്യാണിയുടെ മുത്തശ്ശി താമസിക്കുന്ന ആശ്രമമില്ലേ, അവിടെ തന്നെയുണ്ട് താരയാൻ്റി. അവളുടെ പ്രവർത്തികൾ കൊണ്ട് സഹി കെട്ടാണ് ആ താരയാൻ്റി ആശ്രമത്തിലേക്ക് പോയത്. പിന്നെ പൈസിനെ ഞങ്ങൾ പിടികൂടിയായിരുന്നു. അവൻ്റെ ഫോണിലേക്കേ സരയുവിൻ്റെ കുറേ കോളുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പൈസും സരയുവിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഉറപ്പാക്കി. പക്ഷേ പൈസിന് എന്താ ഗതി വന്നെന്നറിയാവോ? അവനെ കെട്ടിപ്പൂട്ടി ഞങ്ങൾ കാട്ടിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഇനി അവൻ്റെ ഗതി അതോ ഗതി തന്നെയാണ്. അതേപോലെ തന്നെയായിരിക്കും സരയുവിന് സംഭവിക്കാനായിട്ട് പോകുന്നത്. അവളെ ഞങ്ങളുടെ കൺമുന്നിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരയുവിന് ഇതേപോലെ മൃഗങ്ങൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കും. കൂടെ നിന്നിട്ട് ഞങ്ങളെ ചതിക്കാനായിട്ട് നോക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുകയാണ്. ഇത് കേട്ട ഈ നമ്മുടെ ഷാരിയാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. മോനെ എന്നും പറഞ്ഞുകൊണ്ട് കൈ കൂപ്പി പിടിക്കുകയാണ്. നിങ്ങളുടെ മുതലക്കണ്ണീരൊന്നും ഇനി എൻ്റെ മുന്നിൽ ചിലവാകില്ല. നിങ്ങൾക്കിട്ടുള്ള പണി ഞാൻ തന്നിരിക്കും, ഉറപ്പായിട്ടും ഞാൻ തന്നിരിക്കും.
സരയു എവിടെയാണെങ്കിലും ഞാൻ പൊക്കുക തന്നെ ചെയ്യും. മനോഹറിനെ ഞാനേ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മനോഹറിനെ ജീവിക്കോ മരിക്കോ എന്നൊന്നും അറിയില്ല. പക്ഷേ അവസാനമായിട്ട് അവൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നു, കല്യാണിയെ സൂക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട്, കല്യാണിക്ക് ആപത്ത് വരികയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് രണ്ടും കൽപ്പിച്ച് സരയുവിനെ കണ്ടുപിടിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും സരയു കിരൺ പോയി കഴിഞ്ഞപ്പോഴേക്കും വരികയാണ്. അവളാണല്ലേ എന്നെ ചതിച്ചത്, എൻ്റെ അമ്മയെന്ന് പറഞ്ഞവള്. മോളെ ഇനി എന്ത് ചെയ്യും മോളെ? കിരണാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് എല്ലാ സത്യങ്ങളും. ഇനി അവൻ അറിഞ്ഞല്ലോ, ഇനി വെറുതെ വിടുന്ന മട്ടില്ല. എന്തൊക്കെ വന്നാലും സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. പക്ഷേ ഇനി കല്യാണിയെ ഞാൻ വിടില്ല. അവനും അവളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണ്ട, അവളെ ഞാൻ തീർക്കും എന്നിങ്ങനെ സരയു പറയുകയാണ്. അങ്ങനെ നമ്മുടെ കിരണും അതേപോലെ തന്നെ രതീഷും കൂടി സംസാരിക്കുകയാണ്. എടാ രതീഷേ, നമുക്ക് ചതി പറ്റിപ്പോയല്ലോടാ. അവൾ അവിടെ കാണാനില്ല. അവൾ എങ്ങോട്ടും മുങ്ങി. എങ്ങോട്ടാ സാറേ? ഒരു പിടുത്തവും ഇല്ല. അവളിനി കല്യാണിയെ ഉപദ്രവിക്കും സാറേ. ഇനി വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ? കല്യാണിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണോടാ. ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ സാറേ എന്നെ വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് എൻ്റെ വാക്കൊന്നും സാറ് കേട്ടില്ലല്ലോ. ഇപ്പം എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതേടാ തെറ്റു പറ്റിപ്പോയി. ഞാനും കല്യാണിയൊക്കെ ആണെങ്കിൽ സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് വിശ്വസിച്ച് പോകൂടാ. അതാടാ ഞങ്ങളുടെ ഒരു രീതി എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇപ്പം എന്തായി സാറേ? അങ്ങനെ കല്യാണിയെ കാണിക്കുകയാണ്. കല്യാണി എന്തൊക്കെയൊക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.